ബസ് യാത്രക്കാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ 27 വർഷങ്ങൾക്ക് ശേഷം അഞ്ചൽ പോലീസ് പിടികൂടി. വർക്കല ശ്രീനിവാസപുരം സ്വദേശി സജീവാണ് പോലീസിന്റെ പിടിയിലായത്. 1997 ജൂലൈ മാസം 16-ാം തീയതി കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞതിനു ശേഷം പെട്രീഷ്യ എന്ന പേരുള്ള ബസ്സിൽ അഞ്ചലിലേക്ക് പോകാൻ വേണ്ടി യുവതി ബസ്സിൽ കയറി. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ബസിന്റെ ഉടമയുടെ മകനും കണ്ടക്ടറുമായിരുന്ന യുവാവും ബസ് ജീവനക്കാരും ചേർന്ന് യുവതിയെ അഞ്ചലിലെ സ്റ്റോപ്പിലിറക്കാതെ വാഹനം ഓടിച്ചുപോയി. ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് യുവതിയെ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയി പരവൂർ, വർക്കല എന്നിവിടങ്ങളിലെ ലോഡ്ജ് മുറികളിൽ വെച്ച് 10ഓളം പേർ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. ഈ കേസിലെ പ്രതികളിൽ ഒരാളായ സജീവ് കോടതിയിൽ നിന്നും ജാമ്യം എടുത്തതിനു ശേഷം സ്വന്തം സ്ഥലത്തു നിന്നും താമസം മാറ്റി ഒളിവിൽ താമസിക്കുകയായിരുന്നു. നിരവധി തവണ സജീവിനെ അന്വേഷിച്ച് പോലീസ് എത്തിയെങ്കിലും സജീവിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ഭാഗത്ത് ഒളിവിൽ താമസിച്ചു വരുന്നതിനിടയിലാണ് സജീവ് പിടിയിലാകുന്നത്. ബലാത്സംഗ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സജീവ് നിരവധി തവണ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തതിനു ശേഷം തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. അഞ്ചൽ ISHO സാബു, സീനിയർ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ, അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ സാബു തുടങ്ങിയവരടങ്ങുന്ന പോലീസ് സംഘമാണ് സജീവിനെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 291 2916 8129 699.